ഒരു കാട്ടുമന്തി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മള് വാഴൻ്റെ ഇല എടുക്കാൻ വന്നതാണ്. സെറ്റ് അതാ പാപ്പിലു, നമ്മള് ഇത് പാശാവില് ഇതോൻ്റെ അനിയൻ പാപ്പിലു. ഹായ് കൊടുക്ക്. അപ്പോ കിട്ടില്ല വാഴൻ്റെ ഇല എടുക്കണ്ട് ഫുൾ ഓണാണ്. ഇനി ഓഫാക്കൂല. 2 മണിക്ക് അതിങ്ങനെ ഒന്നങ്ങനെ ഉണ്ടോന്ന് പോകണ്ടോ. കരിക്കുന്തോപ്പ് ടീം. ഇത് ക്യാപ്റ്റൻ പാപ്പിലു, ഇത് മെമ്പർ എന്ന് വിളിക്കൂ. എവിടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ എങ്ങനെ കാണുന്നു പറയൂ. തപ്പം പാർട്ടിയുടെ മെയിന്. അപ്പൊ നമ്മള് പോവാണ്. ടാറ്റാ. ആ പറ. എന്താ പറയണ്ട്? ജിത് അതിലിടോണ്ട് കേട്ടോ. ഇതതിലിടോണ്ട് കേട്ടോ. ഈ പറഞ്ഞ അതിലിടോണ്ട്. ഈ പറഞ്ഞത് അതിലിടോണ്ട്. എറോട്ടാണ് കുട്ടി. മന്തി വായൻ്റെ കഴിക്കാൻ പോവാണ്. ഓഫ് റോഡ് നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതുവരെ ഉള്ളൂ കേട്ടോ. ഇതുവരെ ഉള്ളു നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഓഫ് റോഡാണ്, ഫുൾ ഓഫ് റോഡ്. ഹെവി ഡ്രൈവർ ദുബായ് ഷാവുൽ. നമ്മളെ ക്യാമറമാൻ മധു. പിന്നെ പറ്റൂല. അതൊക്കെ പ്രശ്നമുണ്ടോ. വ്ളോഗ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. നായ്ക്ക് വണ്ടി ഓടിച്ചാൽ നിൽക്കൂലടാ. സേഫാണ്. അഡ്വഞ്ചറാണ്. ഞാൻ കയറേണ്ടി വരും. തള്ളടാ. വിട്ടോ. ഗായ്സുകൾ സീനായി വരുന്നുണ്ട്. ഡെസ്റ്റിനേഷനിലേക്ക് ഏറെക്കുറെ എത്താനായി. പ്രകൃതി രമണി. ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് ഒരു കിടിലം കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം. ഹിഡൻ സ്പോട്ട്. കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് ഷാവൽ. പറഞ്ഞോ. ലൈഫിൽ ഇങ്ങനൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ മരിച്ചു പോവുക എന്നുള്ളത്. അത്രേ ഉള്ളൂ. അല്ലേ? ദുബായ് പോയ ഷാവിലെ അനുഭവം കൊണ്ട് പറയാൻ
ആ വീട്ടിൽ പോകുമ്പോ കഴിച്ചേക്കണ നേരം ഇവിടെ വന്നിട്ട് കുറച്ച് മന്തി കഴിച്ച് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ നോക്കും. അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, സുഹൃത്തുക്കളെ മന്തി തിന്നാനുള്ള തയ്യാറെടുപ്പിലാണ്. പാറക്കല്ലെ ക്ലീനാക്കി വ്ളോഗിൽ മാത്രം ക്ലീൻ ചെയ്യുന്ന റഷാദ്. അതിമനോഹരമായ കാഴ്ച. ഗ്രാഫ് ഇടിഞ്ഞിട്ടൊന്നുമില്ല, അണക്ക് എപ്പോഴും ഹൈപ്പ് മാത്രമേ ഉള്ളൂ. ആ കുമ്പ അണിച്ചെടുത്ത ജിമ്മല്ല കുമ്പ. നമ്മളെ കയ്യിലുണ്ട്. കിടിലൻ സ്പോട്ടിൽ ഇരുന്നിട്ട് ചെക്കന്മാരൊക്കെ മന്തി കഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് റഷാദിന്റെ പണിയാണ് ഇത് കീറല്. ആ പിന്നെ ആരാ കീറി? ഈ കീറി. ഇതിലോട്ടൊരു ചൂട് മന്തി, അതാണ് വൈബ്. ഇത് കഴിക്കണം. മന്തി അടിപൊളിയാണെന്ന് എനിക്കറിയോ? എങ്ങനെ ഉണ്ടാക്കിയതാന്ന് എനിക്കറിയോ? ഏത് വെള്ളത്തിൽ കഴുകിയത് എനിക്കറിയോ? എന്നെ ഇജുണ്ടാക്കാൻ കണ്ടോ? ഏത് നമ്മള് മന്തി അടിച്ച ഹോട്ടലിന്റെ പേരെന്താ? എവിടെ സ്ഥലത്തിന്റെ പേര്? ഇർഫാന്റെ സ്പോട്ട്. ഇർഫാൻ എപ്പോഴും എവിടെയെന്നാ കേട്ട്. നമ്മൾ ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണത്? മന്തി ലവേഴ്സ്. കഴിക്കൊന്നും വേണ്ട. മന്തി ഇത്ര ഉള്ളു. മന്തി ഇതാ ഹാഫ് മന്തി. മന്തി, അൽഫാം, മയോണീസ്, ചട്നി. കഴുകല്ലേ പക്ഷെ അതിന് എത്ര കഴുകിയിട്ടും തൃപ്തി പറഞ്ഞു. അത് കുടിക്കോ വെള്ളം കുടിച്ചോ? ഓ ഫ്രഷ് വാട്ടർ. വീഡിയോഗ്രാഫർ ഇർഫാൻ ഉണ്ട്. അവിടെ മന്തിയാകട്ടെ. വോയിസ് ഒക്കെ കിട്ടില്ല കാലം. മന്തി ഉണ്ട്. ഇനിയിപ്പൊ തന്നെ വാരി തിന്നുണ്ട് കേട്ടോ റഷാദെ. ജീവിതത്തിൽ ഇങ്ങനത്തുള്ള അനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ട് തന്നെ അറിയണം. പക്ഷെ ഇപ്പൊ തന്നെ തീറ്റളങ്ങി. അല്ലാണ്ട് വീട്ടിലിരുന്ന് ഫോണുമ്മ കണിക്കള വലിക്കും അല്ലേ? അല്ല പിന്നെ അനക്ക് അനസിനോടൊക്കെ എന്താ പറയാനുള്ളത്? അനസേ കരണേ മിസ്സബേ ഇതൊന്നും പെരയിരുന്നാ കിട്ടൂല. അതെ, തുടങ്ങിയിട്ടില്ലേ? ഇതൊന്നും പെരയിരുന്നാ കിട്ടൂല. അൽഫാം ഓർഡർ എടുക്കുക. അൽഫാം 4 പീസ് അൽഫാം. ജസ്റ്റ് പീസ് ആയിരിക്കാം. എല്ലാരും ജസ്റ്റ് പീസ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? ലെഗ് പീസ് കഴിച്ചാൽ എന്താ പ്രശ്നം? പ്രോട്ടീൻ നല്ലോണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് പീസ്. അല്ല, ഏറ്റവും കൂടുതൽ ലെഗ് പീസ് പീസിലാണ് പഠനത്തിൽ പറഞ്ഞത്. കോഴിന്റെ ജസ്റ്റ് പീസിലാണ് പ്രോട്ടീൻ. ആണോ? ആണ്. അതാണ് എല്ലാരും ജസ്റ്റ് പീസ് തിരഞ്ഞെടുക്കാൻ കാരണം. ഏത് പീസിനോട് താല്പര്യം? നമുക്ക് എന്തിട്ടാണ് ഉണ്ട്. പെരിയിൽ നിന്നതിന് ഈ സുഖം കിട്ടുമോ? പിന്നെ പീസും റൈസും വെള്ളച്ചാട്ടവും എല്ലാം കൂടി കൂടുമ്പോൾ ഫ്രണ്ട്സും എല്ലാവരും കൂടുമ്പോൾ സൺഡേ ഹോളിഡേ. ഫൈനലി എല്ലാം ഫിനിഷായിരിക്കുന്നു. എങ്ങനെയുണ്ട് ഷാദ്? സൂപ്പർ. സൂപ്പർ ആയിക്കുന്നു. തല പൊളിഞ്ഞു. ദുരിതാവസ്ഥയിലാണ്. പ്രശ്നമാണ്. നോക്കട്ടെ, ചോര കാണുമല്ലോ. ഒന്നും വ്ലോഗ് കണ്ടെന്നോട്ടെ. ചോര വന്നു. ഒന്ന് കഴുകി. ചോര പിന്നെ വരുന്നുണ്ടോ?
ചോര ആകെ ചോരക്കടി. വാ ഹോസ്പിറ്റലിൽ പോ. കഴുകി ഫുള്ള് കഴുകി കൊടുത്തേ. അങ്ക് ചോര ഉണ്ടോ ഇറങ്ങോ? ഏയ് എനിക്കുണ്ടായി. അത് പോവാ, അത് നല്ലത്. അതിൽ ഇൻഫെക്ഷൻ വരും. നല്ലോണം തുടക്കി എന്നിട്ട് വരുന്നുണ്ടോ? ഇങ്ങനെ മനോഹരമായ കാഴ്ച ഒന്നും വീട്ടിൽ നിന്നാ കിട്ടൂല. ഇതിനൊക്കെ ഇങ്ങനെ കാടും മലയൊക്കെ താണ്ടണം. ഇവൻ വെട്ടിയതാണ്. ഇവൻ മന്തിയുടെ ജസ്റ്റ് പീസ് കൊടുത്തില്ല, അതിന് പകരമായിട്ട് തല വെട്ടി. നീ എന്ത് ക്രൂരനാടാ? അതിന് ആണോ? അതിന് തല വെട്ടാണോ ചെയ്യാ? തല പോയ പോക്കെ തല മിന്നുണ്ട് എന്നൊക്കെ പറയണത് പ്രശ്നമാണ്. ഞങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ് ഗൈസ്. ഹോസ്പിറ്റലിൽ പോവാണ്. എന്തൊക്കെ പിച്ചുമ്പോഴൊക്കെ പറയുന്നുണ്ട്. ബോധല്ല, തലക്കാണ് അടിയിട്ടിരിക്കണത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണു ഗൈസ്. കൊണ്ടുകൊടു നീ ഒരു കൊലപാതകയാവാൻ പോണു. പ്രശ്നമാണ്. നമ്മളെന്തിനു ഹോസ്പിറ്റലിലേക്ക് വന്ന്? ആശുപത്രിയിൽ നിന്ന് മടക്കുകയാണ്. പ്രകൃതി ഭംഗി തന്ന ഞങ്ങൾക്കൊരു വരദാനം. പ്രകൃതി തന്നൊരു വരദാനം. എന്ത് 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 കുസൃതിയും എന്താ എന്തോ കുത്തിയതാ? ഇതൊരു വജ്രായുധാണല്ലേ. മനോഹരമായ കാഴ്ചയോടുകൂടെ ഞങ്ങളുടെ വ്ലോഗ് അവസാനിക്കുന്നു. ബൈ.